ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അലീന ആ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊണ്ടുവരാണ്. രോഹിത്തിനെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ സ്വഭാവത്തിലും അലീനയോടുള്ള പെരുമാറ്റത്തിലും ഒക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. രോഹിത്ത് അലീനയെ ഒരു ചേച്ചിയായിട്ട് അംഗീകരിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തു തുടങ്ങുന്നുണ്ട്. അതൊക്കെ ബാലചന്ദ്രന് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ രോഹിത്തിനെ അലീന പരിചരിക്കുന്നത് കാണുമ്പോഴും അലീനയുടെ സ്വഭാവവും അലീനയുടെ ക്ഷമയും സഹനശക്തിയൊക്കെ ബബിത വീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ബബിതയുടെ സ്വഭാവത്തിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ബബിതയും അലീനയെ സ്നേഹിക്കുകയും ഒരു സഹോദരി സ്ഥാനത്ത് കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഇവരുടെ ഈ അലീനയുമായിട്ടുള്ള ബോണ്ടിങ് തീരെ ഇഷ്ടപ്പെടാത്ത ഒരാള് വൈജയന്തി ആയിരിക്കും കേട്ടോ. കാരണം തന്റെ 3 മക്കളും അലീനയുടെ വലയത്തിലായി, അല്ലെങ്കിൽ അലീന അവരെ മയക്കി വെച്ചിരിക്കുകയാണ്. 3 പേർക്കും ഇപ്പൊ അലീന മതി. അലീനയാണ് അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അവർക്ക് എന്ത് വേണിച്ചാലും അവള് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവളെ മതി എല്ലാവർക്കും. താൻ ആ വീട്ടിൽ ഒറ്റപ്പെട്ട പോലെ ആയി എന്നൊക്കെ വൈജയന്തിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അവിടേക്ക് മനു വരുന്നത് കേട്ടോ. മനു വരുന്നത് എപ്പോഴും വരുന്ന പോലെ ഒരു സാധാ എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് മനു അന്ന് അവിടേക്ക് വരുന്നത്. അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. രോഹിത്തിന്റെ അസുഖമൊക്കെ ഭേദമായിട്ട് എല്ലാവരുമായിട്ട് സംസാരിക്കാനും ഇടപഴകാനൊക്കെ രോഹിത്തും തുടങ്ങിയിരുന്നു കേട്ടോ. ആ സമയത്ത് രോഹിത്തിനോടും മനു സംസാരിക്കുന്നുണ്ട്. രോഹിത്തിനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ജീവിക്കണം, ഇനിയൊരു തെറ്റിലേക്ക് നീ പോവരുത്, ആരെയും നീ വിശ്വസിക്കരുത്, കണ്ണടച്ച് വിശ്വസിക്കരുത്. നിന്റെ കുടുംബത്തിലുള്ളവരെയും നിന്നെ വളർത്തി വലുതാക്കിയവരെയും നീ അവരെ ഓർക്കണം. എന്ത് തനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരെ ഒന്ന് ഓർക്കണം. നിന്നെ ഇങ്ങനെ രക്ഷിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ആ കേസിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ ബാലചന്ദ്രൻ അങ്കിൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നീ ഒരിക്കലും മറക്കരുത്. ഇനി എങ്ങനെയൊക്കെ ആയാലും, എത്ര വലുതായാലും, അല്ലെങ്കിൽ എന്തൊരു സിറ്റുവേഷനിൽ എവിടേക്ക് എത്തിയാലും നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ടതൊന്നും നീ മറക്കരുത്. അത്രയും വേദനിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ. അതും കൂടി ഓർത്തിട്ട് വേണം ഇനിയുള്ള നിന്റെ ജീവിതം നീ ജീവിച്ചു തീർക്കാൻ. പഠിക്കണം. കോളേജിൽ പോയി പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് പഠിക്കണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അങ്കിള് നിനക്ക് ചെയ്തു തരും. ഇനിയെങ്കിലും അവരെ വിഷമിപ്പിക്കാനൊന്നും നീ നിൽക്കരുത്. നല്ല രീതിയിലേക്ക് നല്ല കുട്ടിയായിട്ട് ജീവിക്കണം എന്നൊക്കെ മനു രോഹിത്തിനെ ഉപദേശിക്കുന്നുണ്ട്. അതെല്ലാം ആദ്യമൊക്കെ മനു പറയുന്ന ഉപദേശങ്ങളൊക്കെ ഒരു പുച്ഛത്തോടെ മാത്രമായിരുന്നു രോഹിത്ത് കണ്ടിരുന്നതും കേട്ടിരുന്നതും. പക്ഷെ ഇപ്രാവശ്യം രോഹിത്ത് അതൊക്കെ കേൾക്കുന്നുണ്ട്, അനുസരിക്കണം എന്നുള്ളൊരു മനോഭാവത്തോടെ ക്ഷമയോടെ അത് കേട്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ മനുവിന് നല്ല സന്തോഷമാവുന്നുണ്ട്. രോഹിത്തിന് വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റത്തിന് ഒരേ ഒരു കാരണക്കാരി അലീനയാണ് എന്നറിയുമ്പോൾ മനുവിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും കണ്ട് സംസാരിച്ച് കോഫിയൊക്കെ കുടിച്ച് പോവാൻ നേരം വൈജയന്തിനെയും ആന്റീനെയും കൂടി ഒന്ന് കാണണമെന്ന് വിചാരിച്ച് മനു വൈജയന്തിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ മനു പ്രതീക്ഷിച്ചതിലും രൂക്ഷമായൊരു പ്രതികരണമായിരുന്നു കേട്ടോ വൈജയന്തിയിൽ നിന്ന് കിട്ടിയത്. മനുവിനോട് പറയുന്നുണ്ട്, അലീന ആ ഒരുമ്പട്ടോൾക്ക് കൂട്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരുമ്പട്ടോൾക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന എല്ലാവരും എന്റെ ശത്രുക്കളാണ്. നീയും അതിൽ പെടുന്ന ആൾക്കാരാണ്. ഇപ്പൊ എന്റെ 3 മക്കളും എന്റെ ശത്രുക്കളാക്കി അവള്. എന്റെ ഭർത്താവിനെയും എന്റെ മക്കളെ അവള് തട്ടിയെടുത്തു. എല്ലാവരും എനിക്കെതിരായി തിരിച്ചിരിക്കുകയാണ്. അവളുടെ കൂട്ടുകെട്ട് തന്നെ നിനക്കുള്ളത് എന്നൊക്കെ പറഞ്ഞ് മനുവിനോട് നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രൈ ചെയ്ത്. മനു അതെല്ലാം കൈകെട്ടി നിന്ന് കേട്ട് നിൽക്കുന്നുണ്ട്. മനുവിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും മനു അതൊക്കെ ഉള്ളിൽ അടക്കി പിടിച്ചിട്ട് പറയുന്നുണ്ട്, ആന്റി ഇപ്പോഴും അലീനെ മനസ്സിലാക്കിയിട്ടില്ല. ഈ വീട്ടിലെല്ലാവരും, എന്തിന് രോഹിത്തും ബബിതയും കൂടി അലീനെ മനസ്സിലാക്കി. അവൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്യില്ല എന്ന് അവർക്ക് മനസ്സിലായി. അവർക്കൊക്കെ അവൾ നല്ലതേ ചെയ്തിട്ടുള്ളൂ. ആന്റിക്ക് അതൊക്കെ മനസ്സിലാവാൻ ഇനി സമയമെടുക്കും. അതിപ്പോ എത്ര ആന്റിയുടെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പോത്തിന്റെ ചെവിയില് വേദം ഊതുന്ന പോലെയാണ് ആന്റിയോട് അലീനെ കുറിച്ച് പറയുന്നത് എന്ന് മനു പറയുമ്പോൾ അത് വൈജയന്തിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. വൈജയന്തി പറയുന്നത്, നിർത്തടാ, നീ കുറെ ദിവസം നീ എവിടേക്ക് ഈ പറഞ്ഞു പോകുന്നത്? നീ വേണിച്ചാൽ അവളെ തലയിൽ വെച്ച് നടന്നു. ഇവിടെ ആര് വേണിച്ചാൽ അവളെ തലയിൽ വെച്ച് നടന്നു. പക്ഷെ ഒരിക്കലും അവളെ ഞാൻ സ്നേഹിക്കുകയോ എന്റെ മകളായിട്ട് അംഗീകരിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇപ്പൊ ഉള്ളതിനേക്കാളും എന്റെ മനസ്സിൽ അവളെ ഞാൻ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. അവളെ വെറുക്കാനുള്ള കാരണങ്ങൾ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അവളെ ഇഷ്ടപ്പെടാൻ എനിക്ക് കഴിയില്ല. അതൊരിക്കലും സംഭവിക്കില്ല. അതിന് ഈ വൈജയന്തി മരിക്കണം. അവളെ സ്നേഹിക്കണം എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ വൈജയന്തി ഈ ഭൂമി വിട്ട് പോയിരിക്കും എന്നൊക്കെ മനുവിനോട് വൈജയന്തി പറയും. മനു പറയുന്നുണ്ട്, അത്രയ്ക്ക് വലിയ തീരുമാനങ്ങളിലേക്ക് പോകണ ആന്റി,
എപ്പോഴാണ് സാഹചര്യങ്ങൾ മാറാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ അലീനെ ആന്റിക്ക് സ്നേഹിച്ചേ മതിയാവൂ. അവൾ ആരാണെന്നോ എന്താണെന്നോ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആന്റിക്ക് സ്നേഹിച്ചേ മതിയാവൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ല എന്നൊന്നും ഇല്ലല്ലോ. അവളൊരു പാവം പെൺകുട്ടിയല്ലേ, അവൾ ആർക്കൊരു ദ്രോഹം ചെയ്യാൻ പോയിട്ടില്ലല്ലോ. ഈ വീടൊന്നും അവള് സ്വന്താക്കി എടുക്കുന്ന ആന്റി പേടിക്കണ്ട. അവൾക്ക് ഇതൊന്നും വേണ്ട, അവൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ആന്റി ഒഴികെ ബാക്കി എല്ലാവരും അലീനെ സപ്പോർട്ട് ചെയ്യും. അവളുടെ സ്വഭാവം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ സ്വഭാവം നല്ലതായിരിക്കും. ആന്റിയുടെ സ്വഭാവത്തിനായിരിക്കും അവിടെ പ്രശ്നം, അല്ലെങ്കിൽ ആന്റിയുടെ ചിന്താഗതിയാണ് അവിടെ പ്രശ്നം എന്ന് എന്റെ ആന്റിക്ക് മനസ്സിലാവാത്തത്. ഇത്തരം വിവരവും വിദ്യാഭ്യാസമുള്ള ആന്റി എന്താ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പം വല്യച്ഛനായാലും ചെറിയച്ഛനായാലും എന്റെ അച്ഛനായാലും ഒക്കെ അലീനേനെ ഇഷ്ടമാണ്. അലീന ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കൊക്കെ ബോധ്യപ്പെട്ടതാണ്. ആന്റിക്ക് മാത്രമാണ് അത് ബോധ്യപ്പെടാത്തത് എന്നൊക്കെ പറഞ്ഞ് മനു കുറെ വൈചേന്തിനെ ബോധവൽക്കരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വെക്കുന്നില്ല കേട്ടോ. വൈചേന്തി പറയുന്നുണ്ട്, നീ എനിക്ക് അവളെ കുറിച്ചുള്ള സ്റ്റഡി ക്ലാസ് ഒന്നും എടുക്കണ്ട. ഇവിടെ വന്നപ്പോ തൊട്ട് ഞാൻ കാണുന്നതല്ലേ അവളെ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, കുടുംബം മുടിക്കാൻ വേണ്ടിയിട്ടുള്ള വരമ്പാണ് അവളുടെ. ഏതോ ഒരു വൃത്തികെട്ട സ്ത്രീ പിഴച്ചു പ്രസവിച്ച ആ ഒരുമ്പെട്ടവൾ എന്ന് ഈ വീട്ടിൽ കാല് കുത്തിയോ അന്ന് ഈ വീട് നശിച്ചു. എനിക്ക് ഈ അവസ്ഥ വരാനും എന്റെ രോഹിമോന് ഈ അവസ്ഥ വരാനൊക്കെ കാരണക്കാരി അവൾ ഒറ്റൊരുത്തിയാണ്. അവൾ കാരണമാണ് ഈ കുടുംബം നശിച്ചത്. ഇപ്പൊ ഇങ്ങനെ ആയി കിടക്കുന്നതൊക്കെ എത്രയും കാരണക്കാരി അവളാണെന്ന് പറയുമ്പോൾ മനുവിന് അത് സഹിക്കുന്നില്ല കേട്ടോ. കാരണം എത്രയൊക്കെ പറഞ്ഞാലും മനു സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് അലീന. അവളെ കുറിച്ച് വേറൊരാളും കുറ്റം പറയുന്നത് അവന് ഇഷ്ടമല്ല. കുറ്റം പറയുന്നത് മാത്രമല്ല, അവൾ ഇങ്ങനെ പ്രാകുന്ന പോലെ സംസാരിക്കുന്നത് അവന് തീരെ പിടിക്കുന്നില്ല കേട്ടോ. അപ്പൊ മനു എടുത്തടിക്ക് പറയുന്നുണ്ട്, ആന്റി ഇപ്പൊ അവളെ പറഞ്ഞല്ലോ, ഏതൊരു വൃത്തിയിട്ട സ്ത്രീ പിഴച്ചു പ്രസവിച്ച ഒരുമ്പെട്ടവളാണെന്ന്. ആന്റിക്ക് എന്ത് അധികാരമുണ്ട് അവളെ അങ്ങനെ പറയാൻ? ഈ പറയുന്ന ആന്റി നല്ല രീതിക്കാണോ ജീവിച്ചിരുന്നത്? എനിക്ക് തോന്നുന്നില്ല. മുത്തച്ഛൻ മരിക്കുന്നതിന് മുന്നേ പറഞ്ഞു കേട്ട കഥകൾ അനുസരിച്ച് ആന്റി അത്ര നല്ല ജീവിതമൊന്നും അല്ല അങ്കിളുമായിട്ട് നടന്ന കല്യാണത്തിന് മുന്നേ ജീവിച്ചിരുന്നത്. ആണോ? അല്ലല്ലോ. ആഗ്രയിൽ വെച്ച് പലതും നടന്നിട്ടുണ്ടെന്ന് പലർക്കും അറിയാം. അതിലൊരാള് ഞാനുമാണ്. ആന്റിക്ക് ആഗ്രയിൽ വെച്ചിട്ട് ആന്റിക്ക് ആഗ്രയിൽ വെച്ചൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നും അതിൽ നടക്കാൻ പാടില്ലാത്തതൊക്കെ നടന്നിട്ടുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ എല്ലാം അറിയുന്നവരുടെ മുന്നിലും ആന്റി അഹങ്കാരം അഹംഭാവം വെച്ച് നടക്കരുത് കേട്ടോ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇത്രയും ഞാൻ കടിച്ചു പിടിച്ചു നിന്നത് ആന്റീനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നോണ്ടാ. പക്ഷെ അതൊന്നും നടക്കില്ല. ആന്റിയോട് എത്രയൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. പറയുന്നവരുടെ വായിൽ വെള്ളം വെച്ചൊന്നും അല്ലാതെ ആന്റിക്ക് അതൊന്നും മനസ്സിലാവില്ല. പിന്നെ അവനവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് മറച്ചു വെച്ച് ബാക്കിയുള്ളവരുടെ ചെറിയ ചെറിയ തെറ്റുകളെ വലുതാക്കി കാണിക്കുന്നത് അത്ര വലിയ മഹത്തായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ആന്റി വലിയൊരു തെറ്റ് ചെയ്തിട്ട് അത് ഈ കുടുംബത്തിന് എല്ലാവരോടും മറച്ചു വെച്ചിട്ടാണ് ഇപ്പൊ ജീവിച്ച് തകർക്കുന്നത്, അല്ലെങ്കിൽ ജീവിച്ച് അഭിനയിക്കുന്നത് എന്നുള്ള ഓർമ്മ ആന്റിക്ക് നല്ലവണ്ണം ഉണ്ടാവണം. ആന്റി ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്നെങ്കിലും ഈ കുടുംബത്തിൽ ആരെങ്കിലും മനസ്സിലാക്കും, എന്നെങ്കിലും താൻ പിടിക്കപ്പെടും എന്നൊരു പേടിയെങ്കിലും മിനിമം വേണം. അതുപോലും ആന്റിക്കില്ല. ഇപ്പൊ ഈ രഹസ്യം ഞാൻ അറിഞ്ഞു, നാളെ വേറെ ആരെങ്കിലും അറിയാം. രോഹി അറിയാം, ബബിത അറിയാം, കൃഷ്ണമോൾ അറിയാം, അല്ലെങ്കിൽ ബാലചന്ദ്രൻ അങ്കിൾ അറിയാം. അന്നൊന്നും ആന്റിക്ക് ഈ അഹങ്കാരം വെച്ച് അവരുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റില്ല. ഈ തല കുനിച്ചേ മതിയാവൂ. അറിയാലോ. അപ്പൊ ചെയ്ത തെറ്റുകളെ എപ്പോഴെങ്കിലൊക്കെ ഓർമ്മ വേണം. അവനവൻ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കിയിട്ടേ ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ ഇറങ്ങാവൂ. മനസ്സിലായോ? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആന്റി ഒന്ന് സ്വയം ഇരുന്ന് ആലോചിച്ച് നോക്കി നോക്ക്. താൻ എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. 23 വർഷം താൻ എന്തൊക്കെ ചെയ്തു, അതിനു മുന്നേ താൻ എന്തൊക്കെ ചെയ്തു എന്നെല്ലാം ഒന്ന് മനസ്സിരുത്തി ആലോചിക്കുന്നത് എന്തായാലും ആന്റിക്ക് നല്ലത്. ആന്റിക്ക് എന്തായാലും ഒരു വിശ്രമം ആവശ്യമാണ്. അതിൽ താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആലോചിച്ച് അതിന് തക്കതായ മാറ്റങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല രീതിക്ക് പോയാൽ ആന്റിക്ക് നല്ലത്. അല്ല മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ആന്റി തീരുമാനിച്ചിരിക്കുന്നത്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നാലും ഞാൻ പോവാണ്. പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് മനു ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. മനു ഭയങ്കര ദേഷ്യത്തോടെയാണ് വൈചേന്തിന്റെ അടുത്തേന്ന് ഇറങ്ങി പോകട്ടെ. പക്ഷെ മനു പറഞ്ഞ ഓരോ വാക്കുകളും വൈചേന്തിനെ ആകെ ഞെട്ടിക്കുകയാണ് ചെയ്തത്. ആരും അറിയില്ല എന്ന് വിചാരിച്ച് താൻ അഹങ്കരിച്ചു ഒളിപ്പിച്ചു വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം മനു മനസ്സിലാക്കിയിരുന്നു. മനുവിലൂടെ ചിലപ്പോൾ അത് അലീനെ അറിയാം, അലീനയുടെ ബാലചന്ദ്രനെ അറിയാം എന്നുള്ളൊരു പേടി വൈചേന്തിന്റെ മനസ്സിൽ വന്നു തുടങ്ങിയിട്ടോ. പഴയ കാര്യങ്ങളും ആഗ്രഹിൽ നടന്ന കാര്യങ്ങളൊക്കെ വൈചേന്തിന്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. അത് ഇനി തന്റെ മക്കൾ അറിയൂ എന്നുള്ള പേടിയിലൂടെ ആയിരിക്കും പിന്നീട് വൈചേന്തി കുറച്ച് ദിവസങ്ങളോളം ജീവിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അലീനയാണ് തന്റെ മകൾ എന്നുള്ള കാര്യമൊക്കെ വൈചേന്തി മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമാക്കി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്